ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ യാത്ര തുടരുകയാണ്. ഉറങ്ങി എഴുന്നേറ്റപ്പോഴേക്കും ട്രെയിൻ രത്നഗിരി പിന്നിട്ട് ഏതോ ഒരു കൊച്ചു റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. മറ്റൊരു ട്രെയിൻ കടന്നു പോകുന്നതിന് വേണ്ടി നിർത്തിയിട്ടതാണ് ട്രെയിൻ. പുറത്തേക്ക് നോക്കിയപ്പോൾ മഴക്കാലമൊക്കെ തുടങ്ങിയതിനാൽ മഹാരാഷ്ട്ര കൂടുതൽ സുന്ദരിയെപ്പോലെ പച്ചയണിഞ്ഞ് നമുക്ക് കാണാൻ കഴിയും. ദൂരെ മഞ്ഞു പുതച്ചു നിൽക്കുന്ന മലനിരകൾ നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക, ഈ ട്രെയിനിൽ പാൻട്രി ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഭക്ഷണം ഇടയ്ക്കിടയ്ക്ക് വരിക എന്ന് പറയുന്ന പരിപാടിയില്ല. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം കുറച്ച് ബിസ്ക്കറ്റോ പഴങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങി കരുതേണ്ടതാണ്. ഇല്ലെങ്കിൽ 11 മണിയാവും നമ്മൾ പനവേലെത്താൻ. അവിടെ എത്തിയാൽ മാത്രമേ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടത്തുള്ളൂ. അങ്ങനെ നമ്മുടെ കയ്യിൽ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിച്ച് നമ്മൾ താൽക്കാലിക വിശപ്പൊക്കെ അടക്കി. അത് കഴിഞ്ഞ് വണ്ടി ഇങ്ങനെ മഹാരാഷ്ട്രയുടെ മണ്ണിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പതിനൊന്ന് മണിക്കാണ് ഈ ട്രെയിൻ പനവേലെത്തിയത്. പനവേലിൽ നിന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വാങ്ങി അവിടെ നിന്ന് കഴിച്ചു. യാത്ര വീണ്ടും തുടരുകയാണ്.
ഏകദേശം 12:30 കഴിഞ്ഞപ്പോഴേക്കും വണ്ടി വജായ റോഡിലെത്തി. ഇവിടുന്ന് നല്ല എഗ് ബിരിയാണിയാണ് ഉച്ചയ്ക്ക് കഴിക്കാൻ കിട്ടിയത്. അത് വാങ്ങി കഴിച്ചു. ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുകയായിരുന്നു. വീണ്ടുും കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിരുന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ട്രെയിനിലൊക്കെ ഉള്ള യാത്രക്കാരൊക്കെ പതിയെ ഉച്ചയൂണ് കഴിഞ്ഞ് ഉറങ്ങാനായിട്ട് തയ്യാറെടുക്കുകയായിരുന്നു. ഞാനും കുറച്ച് സമയം ട്രെയിനിൽ ഇരുന്നുറങ്ങി. പിന്നീട് ഉറക്കമുണരുമ്പോൾ ട്രെയിൻ ഗുജറാത്തിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ബറോഡ എത്താറായി. ബറോഡ എത്താറാകുമ്പോൾ റെയിൽവേ പാളത്തിന്റെ ഇരുവശത്തുമായിട്ട് പാവപ്പെട്ട കുറേ ആൾക്കാരുടെ വീടുകളൊക്കെ കാണാൻ കഴിയും. ബറോഡയിൽ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ചു. വീണ്ടും വീണ്ടും വണ്ടി ഗുജറാത്തിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കാഴ്ചകളൊക്കെയാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. സന്ധ്യയായി തുടങ്ങിയിരിക്കുന്നു. ദൂരെയുള്ള കെട്ടിടങ്ങളിലൊക്കെ ലൈറ്റ് ഓണാക്കിയിട്ടുണ്ട്. ഈ യാത്ര ഗുജറാത്തിൽ നിന്ന് മധ്യപ്രദേശിലേക്ക് കയറിയിരിക്കുകയാണ്. 8:30 ആയപ്പോഴേക്കും രത്ലം ജംഗ്ഷനിലാണ് ഈ ട്രെയിൻ എത്തിയത്. അവിടെ നിന്നാണ് ഞങ്ങൾ ഡിന്നർ വാങ്ങിയത്. അങ്ങനെ ഡിന്നറൊക്കെ കഴിച്ചു. ഭക്ഷണം കഴിഞ്ഞതോടെ മറ്റ് യാത്രക്കാരൊക്കെ ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലായി. ഞാനും പതുക്കെ എൻ്റെ
ബർത്തിലേക്ക് കയറി. ട്രെയിൻ വീണ്ടും മുന്നോട്ട് കുതിച്ച് പാഞ്ഞുകൊണ്ടിരുന്നു. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത്. താങ്ക് യു.